ദിവസം മുമ്പ് ടാർ ചെയ്ത ഒരു റോഡിൻ്റെ സ്ഥിതിയാണിത്. ആധുനിക നിലവാരത്തിൽ BM&BC നിലവാരത്തിൽ ചെയ്ത റോഡാണ് ഈ നാട്ടുകാർ വിരലുകൊണ്ട് ഇപ്പോൾ മാന്തിയെടുക്കുന്നത്. അത്രമാത്രം ഗുണനിലവാരമില്ലാതെ മോശമായി ലക്ഷക്കണക്കിന് രൂപ കോടികൾ റോഡിൽ ഇങ്ങനെ ഒഴുക്കിയതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മേൽനോട്ടം നടത്താൻ ഇവിടെ ആരുമില്ല. ഈ ടാറിന് മുകളിൽ ഈ മെറ്റലിന് മുകളിൽ വീണ്ടും ടാർ ചെയ്യാനെത്തിയ കോൺട്രാക്ടറെ അവൻ്റെ ജോലിക്കാരെ ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. കാരണം നിരന്തരം അപകടം കഴിഞ്ഞ 2 ദിവസമായി നിരവധി പേർ മെറ്റിലിളകി ഇവിടെ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇവരെ തുടർ ജോലികൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒരു കാരണവശാലും സമ്മതിക്കുകയല്ല. കോടാനുകോടി രൂപ മുടക്കി ഒരു റോഡ് ചെയ്താൽ അത് രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു റോഡ്. പിന്നെ വിളിയക്കുംപാറ മുതൽ വെണ്ടാർ ഗുരുമന്ദിരം വരെ എടുത്തേക്കുന്നത്. അവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ മുഴുവൻ മെറ്റിൽ ഇളകി കിടക്കുക, ഇളകി പോവുക. മെറ്റിൽ എന്ന് വെച്ചാൽ ഇത് ബേസ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ മേളിൽ ഇനി വീണ്ടും ടാറിങ് ഉണ്ടെന്നാണ് കോൺട്രാക്ടർ പറയുന്നത്. പക്ഷേ ഈ ബേസ് ഉറക്കാതെ ഫൗണ്ടേഷൻ ഉറക്കാതെ ഭിത്തി കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന്റെ മേളിൽ വീണ്ടും ചെയ്യാൻ വരുമോ? നാട്ടുകാർ നടന്നപ്പോൾ വണ്ടി അങ്ങ് അപ്പുറത്ത് കൊണ്ടിട്ടേക്കുക. അവര് ഇന്ന് രാത്രിയിലായാലും ചെയ്തിട്ട് പോകത്തുള്ളൂ പറയുന്നത്. നാട്ടുകാർ ഇത് തടയാനും നിൽക്കുക, അനുവദിക്കത്തില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഗുണം എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് അവരതിന്റെ പുറത്ത് പൊടിയും പൂശി അങ്ങ് പോയി കഴിയുമ്പം നാളെ കാലത്ത് വീണ്ടും മനുഷ്യനൊക്കെ ഇവിടെ മറിഞ്ഞു വീഴത്തേ ഉള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരുന്ന റോഡാണ്. പക്ഷേ ഇപ്പോൾ ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതലേ ഇപ്പൊ ഈ 3 ദിവസത്തിനുള്ളിൽ ഒരു 300ഓളം പേര് ഇവിടെ മറിഞ്ഞു വീണിട്ടുണ്ട്. ആശുപത്രി പോയ കേസുകൾ വരുന്നവരെല്ലാം വീഴുക. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട അതിന്റെ ആധികാരികമായിട്ട് അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ റോഡ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷമേ ഞങ്ങൾ അനുവദിക്കുന്നുള്ളൂ. ഇളകി തുടങ്ങുന്ന ആൾക്കാർ ഇവിടെ വന്ന് മറിയുക. ഇന്നലെ ഒരു കൊച്ചു വീണ് കൈയൊക്കെ പൊട്ടലുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ മണ്ടയ്ക്ക് അവർ ടാർ ചെയ്യാൻ വന്നേ കെമിക്കൽ ഒഴിച്ച്. ഞങ്ങൾ പറഞ്ഞ് ചെയ്യേണ്ട, ഉദ്യോഗസ്ഥർ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ ആരും ഇല്ലാതാണ് ഇവർ ടാർ ചെയ്യാൻ വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ വർക്കുകൾ മേൽനോട്ടം നടത്താൻ ആളുണ്ടേ. ആരുമില്ല. അവർക്ക് കിട്ടാനുള്ള അവിടെ കിട്ടിയേ രാത്രി ചെയ്ത ടാറിങ്ങാണ്. ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇതിന്റെ മുകളിൽ ഇനി എന്തോ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ. രാത്രി പകലായാലും ശരി തന്നെ, നാളെ ആയാലും ശരി തന്നെ, എന്നായാലും ശരി. അവരെല്ലാം ചെയ്യാൻ നിൽക്കുമോ? നമ്മൾ അനുവദിക്കത്തേ ഇല്ല. നാട്ടുകാർ ശ്രമമാണ്. നമ്മുടെ വാർഡിൽ കൂടെ ഇങ്ങനെ ഒരു റോഡ് വലുത് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ആ സന്തോഷം മൊത്തം കീഴ്മേൽ മറിഞ്ഞു പോകുന്ന രീതിയിലായി ഇപ്പോൾ ഇതിന്റെ വർക്ക് തുടങ്ങി. ഇത്ര മോശമായിട്ടൊരു റോഡ് അടുത്ത സ്ഥലത്ത് ഇത്രയും കോടി രൂപ ചെലവാക്കിയിട്ട് പഞ്ചായത്തിൽ നിന്ന് 4-5 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഇത് ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പളിച്ചുകൾ പറ്റും. പക്ഷേ ഇത് പൈസ ഇല്ലാന്ന് പറയാൻ പൈസ ഇല്ലാണ്ടായി. ഇപ്പോൾ ഇത് ഇത്രയും കോടി രൂപ ചെലവാക്കി ഇങ്ങനെ ഒരു റോഡ് പണിയുന്നതിന് നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇതിന്റെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടു, ഇതിന്റെ സൈഡ് കെട്ടുമായിട്ട് ബന്ധപ്പെട്ടു എല്ലാം ഈ കോൺട്രാക്ടർക്കും അതിന്റെ തൊഴിലാളികൾക്കും വേണ്ടുന്ന സഹായങ്ങൾക്കെല്ലാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അവരോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് വാരി എടുക്കാവുന്ന രീതിയിലേക്ക് ഒരു സത്യാവസ്ഥ ഞാൻ പറയാം. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് ബൈക്കിനകത്ത് പോകുമ്പോൾ ഞാൻ മറിഞ്ഞു വീണു. 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ സ്കൂട്ടറിൽ മറിഞ്ഞു വീണു. അങ്ങനെ 10-20ഓളം പേര്, 20-ൽ പുറത്ത് ആൾക്കാർ സ്കൂട്ടറിൽ മറിഞ്ഞു വീണ സംഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ AX അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ഇതിന്റെ ക്വാളിറ്റി പരിശോധിക്കും. ഇതിപ്പോൾ അവർക്ക് പാളിച്ച പറ്റിയതാണ്. അവർ കൊണ്ടുവന്ന റെഡിമിക്സ് അവരുടെ നിരത്തുന്ന മെഷീൻ കേടായി പോയത് കാരണം 10 മണിക്കൂർ ഇവിടെ ഡിലേ ആയിട്ട് കിടന്നുപോയി. ആ കിടന്ന് അത് തണുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് യഥാർത്ഥത്തിൽ അവർ ഈ റോഡിൽ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ആ പാടില്ലാത്ത സാധനം വീണ്ടും അവരിട്ട് നിരത്തിക്കൊണ്ട് അവരവരുടെ ജോലി നോക്കി മാറി. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഇത് അങ്ങ് ഇപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു മാരുതി കാർ ഒന്നും ബ്രേക്ക് ചെയ്തതേ ഉള്ളൂ. ഒരു കൊട്ട മെറ്റലിന് അവിടെ ഇളകിയിട്ടു. അപ്പോൾ മൊത്തത്തിൽ ഇത് വലിച്ചിളക്കി ഒന്നേന്ന് മരുന്നൊഴിച്ച് സെറ്റ് ചെയ്ത് ടാറിങ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇന്നിപ്പോൾ ഇതിന്റെ മുകളിൽ വീണ്ടും ചെയ്യാൻ വരുമായിരുന്നു. ഇതിന്റെ മുകളിൽ വന്ന് കൊണ്ടുവന്ന് പരിപാടി തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇവിടെ പ്രദേശവാസികൾ കയറി തടഞ്ഞു. പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇത്രയും വാരിക്കൂട്ടി വെച്ചേക്കുന്നിടത്ത് ഇനി ഇതിന്റെ പുറത്ത് മരുന്നൊഴിച്ച് ഇത് മരുന്നൊഴിച്ച ഭാഗം പോലും പിന്നെയും വീണ്ടും ഇളകുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഒഴിച്ച് ചെയ്തതാണ്. കൈകൊണ്ട് വാരി കൂട്ടാവുന്ന രീതിയിലേക്ക് വർക്ക് പോയി. അപ്പോൾ ഇത് ഒരു നമുക്ക് അനുവദിക്കാവുന്ന കാര്യം. ഇത് മെൽറ്റ് ചെയ്തൊഴിക്കുന്ന ആ മെഷീൻ ഫാൾട്ടായി അതിൻ്റെ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരം വരെ ഈ കൊണ്ടുവന്ന മിക്സിങ് ഇവിടെ ഇരുന്ന് കട്ടിയായത് ഉപയോഗശൂന്യമായി. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് ശേഷം അത് ഉപയോഗശൂന്യമായ അതിൽ നിന്ന് ഒരു ട്രക്ക് അവർ തിരിച്ചുകൊണ്ടേ ഒരു രീതിയിലും അത് വെറും ശർക്കര വരട്ടി മാതിരി വെറും ഇത് നോർമൽ മെറ്റൽ മാതിരിയായി കട്ട പിടിച്ചു പോയി. ബാക്കിയുള്ള അവർ മുഴുവൻ ഇവിടെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരം
അതായത് അങ്കനവാടി മുതൽ പടിഞ്ഞാറേ മുക്ക് വരെ, ക്രഷർ മുക്ക് വരെ ഈ ഉപയോഗശൂന്യമായ സാധനം തന്നെ ഇട്ട് അവർ നിരത്തിയിട്ട് പോയി. അടുത്ത ദിവസം തൊട്ട് തന്നെ ഇത് മൊത്തം ഇളവി യാത്രായോഗ്യമല്ലാതെ വാഹനങ്ങൾക്ക് പോകാനും എല്ലാം ബുദ്ധിമുട്ടാവുകയും യാത്രക്കാർക്കും ടൂ വീലേഴ്സിനും എല്ലാം ബുദ്ധിമുട്ടായി വരികയും അത് ഇന്ന് അവർ പെട്ടെന്ന് തന്നെ ഇന്ന് ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ വർക്കേഴ്സ് അതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥത്തിലെ സൈറ്റ് എഞ്ചിനീയർ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളാവട്ടെ ആരുമില്ലാതെ വെറും ലേബേഴ്സിനെ മാത്രം വിട്ട് ഈ സാധനം കുറച്ച് ടാർ കൊണ്ടുവന്ന് ഉരുക്കി ഇതിനെ ഒതുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെട്ടു ഒന്നുകിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ല ഇതിൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെ PWDയുടെ ആൾക്കാരും കൂടെ വന്ന് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ടുള്ള പ്രവർത്തനം ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നെ അത് ബോധ്യമായല്ലോ, ഇത് കൈകൊണ്ട് മാന്തുമ്പോൾ തന്നെ പൊളിഞ്ഞളായി പോരുക. ഇനി ഇതിൻ്റെ മുകളിൽ ടാർ ഉരുക്കി ഒതുക്കി തരാമെന്ന് പറയുന്നതിൽ യാതൊരു ഇത് ഉപയോഗശൂന്യമാണ്. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും കോൺട്രാക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അവരുടെ സൈറ്റ് എഞ്ചിനീയറും PWD എഞ്ചിനീയറുടെ വന്ന് ഇതിൻ്റെ എന്താ അറിയാൻ പറ്റും. ഇത് ശക്തമായി ഇത് മാറ്റി പുതിയ ഇത് തന്നെ മെറ്റീരിയൽ തന്നെ ഇട്ട് ചെയ്യണമെന്നാണ്. കാരണം ഇത് ഉപയോഗശൂന്യമായ സാധനമായിരുന്നു ഇട്ട് ഏതാണ്ട് 12 മണിക്കൂറോളം ഒരു ട്രക്കിനകത്ത് വെച്ചതിന് ശേഷമാണ് അത് ഇവിടെ ഉപയോഗിച്ചത്. അപ്പം ഇതെന്തായാലും ഇത് മാറ്റി റീടാർ ചെയ്തോ, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. അത് ശക്തമായിട്ട് ഉള്ള അഭിപ്രായമാണ് നാട്ടുകാരുടെ മുഴുവനായിട്ടുള്ളത്. ഇനി പോരും മൊത്തം മൊത്തം പോരും.